SSLC ഇംഗ്ലീഷ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഡിസ്കോഴ്സ് ഐറ്റമാണ് ഇവൻറ്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻറ്റ് ഇൻവിറ്റേഷൻ ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ആദ്യം വേണ്ടത് ടൈറ്റിലാണ്. ടൈറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ സ്കൂളായിരിക്കുമല്ലോ, സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നു. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ ഒരു ഗസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ച ചാപ്റ്ററിനകത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയാവാം, ആണെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാളായിരിക്കാം, എന്തോ ആവാം. ഓക്കെ, നമുക്ക് ചോദിക്കുമ്പോൾ ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മൾ പഠിച്ച പാഠത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിരിക്കും. അപ്പോഴത്തേക്കും ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സ്കൂളിൻ്റെ പ്രോഗ്രാം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് പറയാം എന്താ പ്രോഗ്രാം എന്നുള്ള ക്വസ്റ്റ്യനകത്ത് പറയും. അപ്പോൾ നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വയ്ക്കുക. ഇനി നെയിം ഓഫ് ദി ഇവൻറ്റ്, എന്താണ് പ്രോഗ്രാം, എന്താണ് പരിപാടി, ആ പരിപാടിയുടെ പേര് എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, അപ്പം ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഇനി സല്യൂട്ടേഷനാണ്. അത് ഒരു വ്യക്തിക്ക് നമ്മൾ അയക്കുന്ന ഇൻവിറ്റേഷനാണിത്. പുള്ളി ആ ഒരു ഇവൻറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അയക്കുന്ന ഇൻവിറ്റേഷനാണ്. അപ്പം ഡിയർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ്, ആരുടെയാണോ പേര് നമുക്കവിടെ എഴുതാം. അല്ലെങ്കിൽ എന്താ പറയുക, ഡിയർ സർ, അല്ലെങ്കിൽ അവിടെ പേര് എഴുതിയാൽ മതി. ഓക്കെ, ഡിയർ പേര് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് പേര്. ഇനി എന്താണ് ഇവൻറ്റ്, വാട്ട് ഈസ് ദ ഇവൻറ്റ്, എന്താണ് ഇവൻറ്റ് എന്നുള്ളത് പറയണം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് ഇവൻറ്റ് എന്നുള്ളത് പറയണം. ഇനി ഡേറ്റും ടൈമും പറയണം, ലൊക്കേഷൻ എന്ത് ചെയ്യണം, പറയണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതേപോലെ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഇന്ന ദിവസം, ഓക്കെ, ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത് എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ആരാണ് ഈ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, ഇനി അല്ലെങ്കിൽ അവിടുത്തെ ഗസ്റ്റുകൾ ആരൊക്കെയാണ്, ഇനി അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ റിലവൻസ്, പ്രാധാന്യം എന്താണ്, ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ആ ഇവൻറ്റിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഇതെല്ലാം എന്ത് ചെയ്യണം, നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഇൻട്രൊഡക്ഷന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾ ഒരൊറ്റ സെക്ഷനായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് എഴുതണ്ട. ഇതിങ്ങനെ വാട്ട് എന്ന് എഴുതിയിട്ട് ഇവിടെ എന്താണ് ഇവൻ്റെ പേര് അങ്ങനെയല്ല എഴുതേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യുക, നിങ്ങളൊരു പാരഗ്രാഫായിട്ട് എന്ത് ചെയ്യുക, ചെറിയൊരു പാരഗ്രാഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഇനി ലാസ്റ്റ് ഇൻവിറ്റേഷനാണ്. അപ്പം ലാസ്റ്റ് എന്ത് ചെയ്യണം, പുള്ളിയെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മളൊരു ചീഫ് ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അതിനുശേഷം അവിടെ പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ, ഇതാരാണോ അയക്കുന്നത്, ഈ ഒരു ലെറ്റർ, ഇൻവിറ്റേഷൻ ലെറ്റർ അയക്കുന്ന ആരാണോ ആ ആളിൻ്റെ പേരും ആളുടെ ഡെസിഗ്നേഷനും. ഇപ്പം ഏതെങ്കിലും ഒരു ആർട്സ് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നൊരു പ്രോഗ്രാം ആവാം. അപ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറി അല്ലെങ്കിൽ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, എന്ത് ചെയ്യുക, ഡെസിഗ്നേഷനും കൂടെ എന്ത് ചെയ്യുക, വയ്ക്കുക. ഓക്കെ.